എന്താണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ? എന്തിനാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ? അതിനുള്ളിലുള്ള ജീവിതം എങ്ങനെയാണ്? അതിനുള്ളിലുള്ളവർ എങ്ങനെയാണ് ഉറങ്ങുന്നത്? അവർ ഭക്ഷണം കഴിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് അവർ കഴിക്കുന്നത്? അവരെങ്ങനെയാണ് ടോയ്ലറ്റിൽ പോകുന്നത്? അവർ അതിനുള്ളിൽ മുഴുവൻ സമയവും ജോലി ചെയ്യുകയാണോ? ജോലിയില്ലാത്ത സമയങ്ങളിൽ അവരെന്താണ് ചെയ്യുന്നത്? എങ്ങനെയാണവർ ഈ സ്പേസ് സ്റ്റേഷനിൽ എത്തിച്ചേരുന്നത്? എങ്ങനെയാണ് അവർ തിരികെ പോകുന്നത്? സ്പേസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഗ്രാവിറ്റി ഇല്ല എന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു തറയോ അല്ലെങ്കിൽ ഭിത്തിയോ അതുമല്ലെങ്കിൽ സീലിങ്ങോ ഇല്ല എന്ന് തന്നെ പറയാം. 4 വശങ്ങൾ എന്ന് മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയൂ. കാരണം നിങ്ങൾ ഒരിടത്തും ചവിട്ടി നിൽക്കുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ തറ ഇതാക്കാം. ഇത് സുനിത വില്യംസ് ആണ്. അവർ പറയുന്നത് ഇവിടെ അവരിൽപ്പെട്ട 6 പേർ കിടന്നുറങ്ങാറുണ്ടെന്നാണ്. ഭൂമിയിലെ പോലെ ഒരു കട്ടിലിൽ നമുക്ക് കിടന്നുറങ്ങാൻ സാധിക്കില്ല. കാരണം കിടന്നാൽ നമ്മുടെ ശരീരം അവിടെ മുട്ടി കിടക്കത്തില്ല. കാരണം ഇവിടെ ഗ്രാവിറ്റി ഇല്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് കിടന്നുറങ്ങുന്നത്? ഇവിടെ ഒരു ബാഗുണ്ട്. ആ ബാഗിന് ഉള്ളിൽ കയറി കിടന്നാണ് ഉറങ്ങുന്നത്. ആ ബാഗിനെ ഇവർ സ്ലീപ്പ് സ്റ്റേഷൻ എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഏത് പൊസിഷനിലും നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് തലകുത്തനെ വേണമെങ്കിൽ കിടക്കാം, നേരെ നിന്ന് വേണമെങ്കിൽ കിടക്കാം. നിങ്ങളീ കാണുന്നത് ഒരു ഓഫീസ് റൂമും ഒരു റീഡിംഗ് റൂമും കൂടിയാണ്. ഇവിടെ ഒരു കമ്പ്യൂട്ടറുണ്ട്. ആ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ 6 സ്ലീപ്പിംഗ് സ്റ്റേഷനുകളാണ് ഇവിടെ ഉള്ളത്. സുനിത വില്യംസ് കാണിക്കുന്നത് പോലെ ഈ 6 എണ്ണവും 6 ഭാഗത്താണ്. ഏകദേശം ഒരു സർക്കിൾ എന്ന പോലെയാണ് ആളുകൾ കിടന്നുറങ്ങുന്നത്. ഒന്ന് സീലിങ്ങിൽ, ഒന്ന് ഫ്ലോറിൽ, മറ്റ് 2 വശങ്ങളിൽ. പക്ഷേ ഇതൊക്കെ നമ്മളുടെ ഒരു പരിചയത്തിന് വേണ്ടി പറഞ്ഞതാണ്. ഇവിടെ ഫ്ലോറോ സീലിങ്ങോ ഒന്നും തന്നെ ഇല്ല. എല്ലാം വശങ്ങൾ മാത്രമാണ്. ഈ കാണുന്നത് അമേരിക്കയുടെ ഒരു ലബോറട്ടറിയാണ്. ഇതൊരു ലബോറട്ടറി മാത്രമല്ല, ഇത് ഒരു എക്സസൈസ് റൂമും കൂടിയാണ്. ഇവിടെ വ്യായാമം ചെയ്യാം. വ്യായാമം ചെയ്യാമെന്നല്ല, നിർബന്ധമായും വ്യായാമം ചെയ്തിരിക്കണം. കാരണം ഇവിടെ ഗ്രാവിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മസിലിൻ്റെയും അസ്ഥിയുടെയും സ്ട്രെങ്ത് ക്രമേണ കുറഞ്ഞു വരും. അത് നിലനിർത്തണമെങ്കിൽ തീർച്ചയായും നിങ്ങളിവിടെ വ്യായാമം ചെയ്തിരിക്കണം. ഇത് എക്സർസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സൈക്കിളാണ്. ഇതിന് പെഡൽസ് ഉണ്ട്. നമുക്കിതിൽ പെഡലിംഗ് ചെയ്യാവുന്നതാണ്. പക്ഷേ നമ്മുടെ ഭൂമിയിലുള്ള സൈക്കിൾ പോലെ